നമസ്കാരം. കൈക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന അധികാരം കൈവിട്ടുപോയപ്പോൾ ഇടതുപക്ഷത്തിനിപ്പോൾ തിരിച്ചറിവിന്റെ കാലമാണ്. ചെയ്തുപോയ കാര്യങ്ങൾ ഓർമ്മിച്ചിപ്പോൾ പശ്ചാത്തപിക്കലാണ്. ജനങ്ങളോടും മാധ്യമങ്ങളോടും കാണിച്ച പെരുമാറ്റം അരുതാത്തതായിരുന്നു എന്ന തിരിച്ചറിവ്. ഇപ്പോൾ അത് മറ്റൊരു കാര്യം കൂടി പാർട്ടി സമ്മതിക്കുകയാണ്. അതെന്താണെന്നല്ലേ? അതെ, പാർട്ടിക്ക് പിണറായി സർക്കാരിന്റെ കാലത്ത് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്ന കുറ്റസമ്മതമാണ് ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലൂടെ നൽകിയിരിക്കുന്നത്. പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ്. മുൻപെല്ലാം പാർട്ടിക്ക് കേരളത്തിൽ ഭരണം ഉണ്ടായിരുന്നപ്പോൾ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ നിരീക്ഷിക്കുവാനും മാർഗനിർദ്ദേശം നൽകുവാനും പാർട്ടി ഉപസമിതിയെ വെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ അതുണ്ടായില്ല എന്നതാണ് വിമർശനം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്ത് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചു എന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവെക്കുന്നതാണ് ഈ അവലോകന റിപ്പോർട്ട്. പാർട്ടിക്കും പിണറായി സർക്കാരിനും ഇടയിൽ ഏകോപനം ഉണ്ടായിട്ടില്ല എന്നും മന്ത്രിമാർ പ്രവർത്തകരിൽ നിന്നും അകന്നിരുന്നു എന്നും നേതാക്കളുടെ ആഡംബര ജീവിതവും തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മിക്കതും പരിഹരിച്ച ഭരണമായിരുന്നു എന്ന മുൻപത്തെ അവകാശവാദം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് തള്ളുകയാണ്. ലെനിന്റെയും P കൃഷ്ണപിള്ളയുടെയും വാക്കുകൾ ചൂണ്ടിക്കാട്ടി സ്വയം വിമർശനം വേണമെന്ന് തെറ്റ് ഏറ്റുപറയാൻ തയ്യാറാകണമെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന നേതൃത്വത്തെ ഉപദേശിക്കുന്നുണ്ട്. പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണത്തിൽ പാളിച്ചയുണ്ടായി എന്നും ഒരാളിൽ എല്ലാം കേന്ദ്രീകരിക്കുന്നു എന്ന തെറ്റായ പ്രചരണത്തിന് ഇതിന് കാരണമാവുകയും ചെയ്തു. ഇത് UDFന് പിണറായി വിജയന് നേരെ ആക്രമിക്കാൻ അവസരം നൽകിയെന്നും കോൺഗ്രസിനെ തിരിച്ചാക്രമിക്കാനുള്ള അവസരം ഇല്ലാതാവുകയും ചെയ്തു. എന്തായാലും പാർട്ടിയുടെ യുവജന സംഘടനകൾക്ക് സാധാരണക്കാരുടെ വിഷയത്തിൽ ഇടപെടാനായില്ല എന്നും ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന നേരത്തെയുള്ള നിലപാടിൽ പാളിച്ച സംഭവിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയതിൽ വീഴ്ച സംഭവിച്ചു എന്നും ഇതും പാർട്ടിക്കെതിരായ പ്രചരണത്തിന് കാരണമായി മാറി. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റികൾക്ക് വീഴ്ച പറ്റിയെന്നും ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്നും അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പിണറായി സർക്കാരിന്റെ കാലത്ത് ചെയ്തുപോയ, അതായത് അവസാന 5 വർഷം ചെയ്തുപോയ കാര്യങ്ങളെല്ലാം തിരിച്ചടിച്ചത് കൊണ്ടാണ് ഭരണം നഷ്ടപ്പെട്ടത് എന്ന് മൊത്തത്തിൽ പറഞ്ഞു വെക്കുകയാണ് ഈ റിപ്പോർട്ടിൽ.